നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികളിൽ അത്യാഗ്രഹി സത്യത്തിന് വില കൊടുക്കാറില്ലെന്നും അസത്യമായ മാർഗത്തിൽ കൂടിയും അവൻ ധനം സമ്പാദിക്കാൻ മടിക്കില്ല എന്നും, എന്നാൽ സജ്ജനങ്ങളുടെ വിശ്വാസപ്രകാരം സത്യം തന്നെയാണ് ബ്രഹ്മം എന്നുമൊക്കെയാണ് നാം ശ്രദ്ധിച്ചത്, മനസ്സിലാക്കിയത്. തുടർന്നുള്ള വരികൾ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ട് ഭ്രമിക്കുന്നിതൊക്കെയും. ഇവിടെ കവി പറയുന്നത്, വിദ്യ കൊണ്ടുള്ള പരമ ഉദ്ദേശം അറിയാതെ ചിലർ തങ്ങൾ വലിയ വിദ്വാൻമാരാണെന്ന് ഭാവിക്കുന്നു. കുങ്കുമത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും അറിയാതെ കഴുത കുങ്കുമത്തിൻ്റെ ഭാണ്ഡം ചുമന്ന് നടക്കുകയാണ്. പുറത്ത് ചുമക്കുന്ന പോലെയാണ് ഈ വിദ്യ എന്തെന്നറിയാതെ വിദ്വാനെന്ന് അഭിനയിക്കുന്ന, ഭാവിക്കുന്ന, നടിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഭ്രമങ്ങൾക്കെല്ലാം കാരണം ആലോചിച്ച് നോക്കിയാൽ അതെല്ലാം ധനത്തിനും വിഷയസുഖങ്ങൾക്കുമുള്ള അത്യാഗ്രഹം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിദ്യ അഭ്യസിച്ചവനാണെങ്കിലും വിദ്യ കൊണ്ടുള്ള പരമ ഉദ്ദേശം എന്തെന്നറിയാതെ വിദ്വാനാണെന്ന് അഭിമാനിക്കുന്ന പലരെയും നാം കാണാറുണ്ട്. കഴുതയുടെ പുറത്ത് കുങ്കുമം നിറച്ച ഭാണ്ഡം കയറ്റി വെച്ചാൽ അത് അത്രയും സുഗന്ധമുള്ള വില കൂടിയ ഒരു വസ്തുവാണിതെന്നും അറിയാതെ ആ കഴുത ആ ഭാണ്ഡം പേറി നടക്കും. വിദ്യയുടെ വിലയോ ഉപയോഗമോ അറിയാതെ വിദ്വാനെന്ന് സ്വയം ദ്രഹ്മാനം കൊള്ളുന്നവരെയാണ് കവി പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. മുൻവരികളിലും പലവിധം ജനങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരെല്ലാം തന്നെ കാട്ടിക്കൂട്ടുന്ന എല്ലാ കോപ്രായങ്ങൾക്കും കാരണം ധനം സമ്പാദനത്തിനും വിഷയസുഖ അനുഭവത്തിനും വേണ്ടിയുള്ള ആഗ്രഹം മാത്രമാണെന്ന് വ്യക്തമാകും. ദൈവമേ, വിദ്വാൻമാർ പോലും ഈ സംഗതിയിൽ ഭ്രമിക്കുന്നുവല്ലോ. അവർ പോലും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി യത്നിക്കുന്നില്ലല്ലോ എന്ന് കവി അത്ഭുതപ്പെടുകയാണ് ഈ വരികളിൽ ചെയ്യുന്നത്. ഏവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനെ പല വിദ്വാൻമാരായിട്ട് അഭിനയിക്കുന്നവരും സ്വാമിമാരായിട്ട് ആൾദൈവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കവി ഇത് മുമ്പ് തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. ത്രികാലജ്ഞാനികൾക്ക് ഇങ്ങനെ മുൻകൂട്ടി വരുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയും. അങ്ങനെ കവിക്കുണ്ടായ അറിവിൽ നിന്ന് വന്ന വരികളാണ് ഈ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നതെല്ലാം തന്നെ. പല പല ജാതിയിലും സ്വഭാവത്തിലുമുള്ള, ജാതി എന്ന് പറഞ്ഞത് സ്വഭാവമാണ്, പ്രവൃത്തി ഉള്ള മനുഷ്യരെ പറ്റി കവി പറഞ്ഞു കഴിഞ്ഞു. എല്ലാവർക്കും നല്ലൊരു ദിവസം സർവേശ്വരൻ നൽകുമാറാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ശാന്തി സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭ സുദിനം.